കുറേ കാലം പിന്നെ റീസ്റ്റോർ ചെയ്യാണ്ട് അവിടെ കിടന്നു വണ്ടി. ഒറിജിനാലിറ്റി വണ്ടിക്ക് ഒന്നും ഇപ്പോഴും മാർക്കറ്റ് തന്നെയാണ്. സ്പെയർ പാർട്സിന് വേണ്ടിയിട്ട് അലയാൻ തുടങ്ങി. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പുതുമൽപ്പെട്ടല്ല സെന്തിലാണ്. അതെ അതെ. അറിയാം, ഒരു നെറ്റിന് വേണ്ടി ഞാൻ കോയമ്പത്തൂർ പോയിട്ട് വരുമ്പോൾ ഇവിടേക്ക് കയറിയത് സൈറ്റാട്ടൻ മോണോഗ്രാം കിട്ടാനില്ല. എല്ലാം ഇപ്പം ഈ ഡൽഹിയിൽ കിട്ടണം, സാധനം കിട്ടണം, വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇറങ്ങണം. ഒറിജിനൽ ആവണം. ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. വണ്ടി സ്പെയർ ഇന്ത്യയിലെ ഒട്ടമിക്ക സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ ഏകദേശം സാധനം വാങ്ങിക്കാൻ മെയിൻ തമിഴ്നാടാണ്. നമ്മളിതിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ അലഞ്ഞിട്ട് ഓരോ ടാങ്കൊന്നും ഒറിജിനൽ 50, 59, 60 ടാങ്കൊന്നും ആരടുത്തും കിട്ടാനില്ല. വെൽക്കം ടു ഓൾഡ് മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾഡ് മദ്രാസ് മോട്ടോർസൈക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ റീസ്റ്റോർ ചെയ്തെടുത്ത ഒരു 1960 മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 ആണ്. ഈ വണ്ടി റീസ്റ്റോർ ചെയ്തെടുത്തത് എല്ലാം അതിൻ്റെ ഒറിജിനൽ ജെനുവിൻ സ്പെയർ പാർട്സും ആക്സസറീസും ഉപയോഗിച്ചുകൊണ്ടാണ്. അതും അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഔട്ട്ലുക്കും തികച്ചും വ്യത്യസ്തമാണ്. ഈ വണ്ടി മറ്റാരുടേതുമല്ല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഫിറോസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഫിറോസിനോട് തന്നെ ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഫിറോസെ, വെൽക്കം ടു ഓൾഡ് മദ്രാസ് മോട്ടോർസൈക്കിൾ. താങ്ക് യു സൈതേട്ടാ. എന്തുണ്ട് വിശേഷം? സുഖമാണ്, അടിപൊളിയായിട്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നത് 5-6 വർഷത്തിന്റെ മേലെ കാണുന്നത്. അല്ല, അത് ഫിറോസിന്റെ വണ്ടി ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഈ റീസ്റ്റോർ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഒരുപാട് കണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വണ്ടി കാണുന്നത് ആദ്യമായിട്ട്. ഫോട്ടോസ് അല്ലാണ്ട് വണ്ടി നേരിട്ട് സൈതേട്ടൻ കാണുന്നത് ഞാനും അതുപോലെ മറ്റേ നമ്മുടെ എല്ലാം. അതെ, വണ്ടിയുടെ കഥ എന്ന് പറയുന്നത് നമ്മുടെ മാമന്റെ വണ്ടിയായിരുന്നു. പുള്ളി ഫസ്റ്റ് ഓണറാണ്. പുള്ളിയാണ് വാങ്ങിച്ചത് വണ്ടി. അത് കുറേ കാലം കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് സുഖമില്ലാണ്ടായപ്പോൾ നമുക്ക് വണ്ടി തന്നു. കുറേ കാലം പിന്നെ റീസ്റ്റോർ ചെയ്യാണ്ട് അവിടെ കിടന്നു വണ്ടി. നമുക്ക് പിന്നെ ഇതിനൊന്നും അറിയില്ല, സ്പെയർ പാർട്സിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നെ സ്പെയർ പാർട്സിനെ കുറിച്ച് പഠിച്ചു. സ്പെയർ പാർട്സിന് വേണ്ടിയിട്ട് അലയാൻ തുടങ്ങി. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വൈ ടു സെറ്റ്. ഇതിൽ ആംബിയർ മീറ്റർ മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് തൽക്കാലം. ഇപ്പം അതിന് ഒരു മഴ പെയ്തപ്പോഴുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ ഒന്ന് മാറ്റി വെച്ചതാണത്, വെള്ളം കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. സാധാരണ ആംബിയർ മീറ്റർ ഉപയോഗിക്കുന്നത് അത് അത്ര വേണ്ടെന്ന് വിചാരിച്ചു. ഒത്തിരി നിങ്ങൾക്കറിയാലോ, പുതുമൽപ്പെട്ടല്ല സെന്തിലാണ്. ആളാണ് നമുക്ക് ഒരുപാട് സ്പെയർ ഒക്കെ തന്നിട്ടുള്ളത്. പിന്നെ സജിതേട്ടൻ സഹായിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ സ്പെയറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ട്. സൈതേട്ടൻ അറിയാം, ഒരു നെറ്റിന് വേണ്ടി ഞാൻ കോയമ്പത്തൂർ പോയിട്ട് വരുമ്പോൾ ഇവിടേക്ക് കയറിയത് സൈതേട്ടന്റെ വീട്ടിലേക്ക് വന്നത് ആ രാത്രി കാലത്ത്, അറിയുന്നില്ലേ? പിന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അതെ അതെ അതെ, അത്ര നമ്മൾ മെനക്കെട്ടിട്ട് വരാന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ്. ഇതിന് കിട്ടണം, സാധനം കിട്ടണം, വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇറങ്ങണം. അത്രയും ഒറിജിനൽ, ഏറ്റവും സെറ്റ് ഒറിജിനൽ ആവണം എന്നുള്ള ചിന്താഗതിയോടെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടത്. വണ്ടി കൊടുക്കും നോക്കും. നമ്മുടെ വണ്ടി വേറെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ, അത് 59 ഉണ്ട്. പുതിയ ക്യൂഡിയൊക്കെ ആയിട്ടുള്ള ഇറങ്ങുന്ന ഒരു വണ്ടിയാണ്. ഫുള്ളായിട്ട് ക്രൗൺ മോണോഗ്രാം, ഫുള്ള് ക്യൂഡി ഹബ്ബ് മൊത്തമായിട്ട് ഇറങ്ങുന്ന ഒരു വണ്ടിയാണ്. പെട്ടെന്ന്, തീർച്ചയായിട്ടും പെട്ടെന്ന് ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഉണ്ടാവും അത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് 100% സ്പെയർ അതിന് അവൈലബിലിറ്റി ഉണ്ട്. അതിന്റെ എല്ലാം വീട്ടിലിരിക്കുകയാണ്, കയ്യിലിരിക്കുകയാണ്. അറിയാവുന്നവര് എന്നും നമ്മൾ ഈ സ്പെയർ എടുക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ നമ്മുടെ വണ്ടി റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പിന്നെ അറിഞ്ഞു നമ്മളെ കുറിച്ച്. ഓരോരുത്തർ പരിചയപ്പെട്ടു വണ്ടിനെ കുറിച്ച്. വണ്ടി അറിയാത്തവർ വന്നിട്ട് ചോദിച്ചു. വണ്ടിനെ നമ്മൾ നേരത്തെ ഇതിന് ഫോട്ടോസ് ഇട്ടിരുന്നല്ലോ, ഇപ്പോഴാണ് വണ്ടി ഇപ്പോഴും ഒരു വീഡിയോ ഇറങ്ങുന്നത്. കാണുന്നുണ്ട്. അതെ,
എന്തായാലും സന്തോഷം, നമുക്കും അത് കിട്ടിയൊരു ഓൾഡ് മദ്രാസ് മോട്ടോർസൈക്കിൾ. തീർച്ചയായും സന്തോഷം. ഓൾഡ് മദ്രാസിൽ എനിക്കൊരു ഇത് വരണമെന്ന് എനിക്ക് നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് എന്താ നമ്മൾക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ലെങ്ത്താണ്, നമ്മൾ അത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ഓടിയെത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സൈതേട്ടന് അങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടാണ്. ഇതാണ് ഒരു യാദൃശികമായിട്ട് പൊത്തു വന്നത് കാര്യങ്ങള്. വണ്ടി കണ്ടതിലും നമുക്ക് വളരെ നല്ല സന്തോഷം, ഓടിച്ചതിലും വലിയ. തീർച്ചയായിട്ടും എനിക്കും അതുപോലെ തന്നെ സന്തോഷം. സൈതേട്ടനെ ഒന്ന് കാണാൻ, സൈതേട്ടനെ ഒന്ന് എടുക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട്, ഓൾഡ് മദ്രാസ് ഗ്രൂപ്പിൽ നമ്മുടെ വണ്ടിയും ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്കും അതെ. വേറെ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ ശരിക്കും എത്ര ഒരുപാട് പൈസ ചെലവായിട്ടുണ്ട്. വണ്ടി സ്പെയർ അന്ന് നമുക്ക് ഗ്രൂപ്പുകൾ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളോ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുകളോ ഒന്നുമില്ല, കൂട്ടായ്മകളൊന്നുമില്ല. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ അലഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ അടുത്തുനിന്നും നമ്മൾ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടമിക്ക സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇതിന് ഏകദേശം സാധനം വാങ്ങിക്കാൻ. മെയിൻ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് ഇങ്ങനെ കാത്തു കെട്ടി കിടന്നിട്ടുണ്ട്. ഒറിജിനാലിറ്റി വണ്ടിക്ക് ഒന്നും ഇപ്പോഴും മാർക്കറ്റ് തന്നെയാണ്. വണ്ടിക്ക് ടൂൾ ബോക്സും മഡ്ഗാർഡൊക്കെ ഇപ്പോഴും കുറവാണ്. ഇൻഡോർ സാധനം കിട്ടാനേ ഉള്ളൂ. ഒറിജിനൽ ഇപ്പൊ കിട്ടാറില്ല ആരടുത്തും. ടാങ്ക് ഒന്നും ഒറിജിനൽ 59 60 ടാങ്ക് ഒന്നും ആരടുത്തും കിട്ടാനില്ല. മോണോഗ്രാം കിട്ടാനില്ല. എല്ലാം ഇപ്പം ഈ ഡൽഹി മേഡ് അതുപോലെ തന്നെ ഗുജറാത്ത് മേഡ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ. ഒറിജിനാലിറ്റി വളരെ കുറവാണ്. ഉള്ളവർ കൊടുക്കൂല. തീർച്ചയായിട്ടും കളക്ട് ചെയ്ത് നമ്മളല്ല 2-3 വണ്ടിന്റെ സ്പെയർ കളക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു വണ്ടിക്ക് വെച്ചിട്ട് ബാക്കി സ്പെയർ എടുത്തു വെച്ചത്. അത്രയും വണ്ടിക്ക് നമ്മൾ സ്പെയർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു നെറ്റിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്ര വണ്ടിക്ക് കാറിനൊക്കെ എണ്ണ അടിച്ചിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഓൾമോസ്റ്റ് റീസ്റ്റോർ ചെയ്യാൻ 1 lakhന്റെ മേലായിട്ടുണ്ട്. പക്ഷെ ഞാൻ മറ്റേ നമ്മുടെ ഈ ട്രാൻസ്പോർട്ടിന്റെ ഇതൊന്നും കൂട്ടിയില്ല ഇതുവരെയായിട്ട്. ഒത്തിരി പൈസ നമുക്ക് പോയിട്ടുണ്ട് അതിൽ. നമ്മുടെ പാഷനാണ്, നമ്മളത് പറയുന്നില്ല. തീർച്ചയായിട്ടും ഇതിനെക്കാളും ഗംഭീരമായിട്ട് ഇറങ്ങണമെന്ന ആഗ്രഹം. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമ്മുടെ മദ്രാസ് മോട്ടോഴ്സിന്റെ ഒരു ഇതിൽ വരണം, ഗ്രൂപ്പിൽ എത്തണം സാധനം. ഈ സൈതേട്ടനായിട്ടുള്ള ഈ കൂടിക്കാഴ്ച വളരെ വളരെ നല്ലതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും ബന്ധമാണ്, ഒരുപാട് വർഷത്തെ ബന്ധമാണ്. തീർച്ചയായിട്ടും മറ്റേ വണ്ടി ഇറങ്ങിയാൽ നമുക്ക് വീണ്ടും കാണാം സൈതേട്ടാ. താങ്ക് യു സോ മച്ച്. ഓക്കെ.
റേസിംഗ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നില്ല. ഇനിയും ഈ വണ്ടിയുടെ കുറച്ച് വാക്ക് അറൗണ്ട് വീഡിയോസ്, അതുപോലെ തന്നെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ, അതുപോലെ തന്നെ ഇതിൻ്റെ റൈഡ് വീഡിയോ കൂടി നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാത്തിരിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.